പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം സ്വർണത്തിന് ഇങ്ങനെ മീറ്റർ ഇട്ട കണക്ക് ദിവസവും വില ഇങ്ങനെ കൂടിപ്പോകുമ്പോൾ വിയർപ്പിൻ്റെ അസുഖമുള്ള ചില ആണുങ്ങളും പെണ്ണുങ്ങളും ഇറങ്ങിയിട്ടുണ്ടല്ലോ. ബസ്സിലും തിരക്കുള്ള ഉത്സവപ്പറമ്പുകളിലും ഒക്കെ എത്തി കുട്ടികളുടെയും വയോധികരുടെയൊക്കെ മാലകയും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ മോട്ടിച്ചെടുക്കുന്ന കുറച്ച് തന്തയില്ലാത്തവളുമാരും തന്തയില്ലാത്തവന്മാരും. നിങ്ങളീ കാണുന്നത് ഈ അമ്മ കണ്ട. കഴിഞ്ഞ ദിവസം ഈ അമ്മയുടെ സ്വർണ്ണമാല ഒരു ബസ്സിൽ വെച്ച് ഒരുത്തി മോട്ടിച്ചു. സംഗതി ഇങ്ങനെയാണ്. ബസ് യാത്രയ്ക്കിടയിൽ വീട്ടമ്മയുടെ സ്വർണ്ണമാല മോഷണം പോയതായി പരാതി. കൊല്ലം അഞ്ചൽ കണ്ണങ്കോട് റജി വിലാസത്തിൽ അന്നമ്മ ജോണിൻ്റെ 1.25 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണമാലയാണ് കഴിഞ്ഞ ദിവസം ബസ് യാത്രയ്ക്കിടെ മോഷണം പോയത്. വൈകുന്നേരം 4:30 അഞ്ചലിൽ നിന്നും പുറപ്പെടുന്ന വാളകം ആനക്കുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ചാമക്കാല ബസ്സിലാണ് അന്നമ്മ അഞ്ചലിൽ നിന്നും കണ്ണങ്കോട്ടിലേക്ക് കയറിയത്. യാത്രാസമയം തൻ്റെ അടുത്ത് ഒരു യുവതി തട്ടിമുട്ടി നിൽപ്പുണ്ടായിരുന്നു എന്നും ഇവരാണ് തൻ്റെ സ്വർണ്ണമാല മോഷ്ടിച്ചതെന്നും അന്നമ്മ ജോൺ ആരോപിക്കുന്നു. സംഭവത്തിൽ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ബസ് യാത്രക്കാരുടെ സ്വർണ്ണാഭരണം മോഷ്ടിച്ച സംഭവത്തിൽ അടുത്തിടെ ഒരു യുവതിയെ മോഷണത്തിനിടയിൽ അഞ്ചൽ പോലീസ് പിടികൂടിയിരുന്നു. അപ്പോൾ അതുപോലെയുള്ള നിരവധി ഈ സ്നാച്ചിങ് കേസിലെ പ്രതികളൊക്കെ ഇപ്പോഴും പുറത്തിങ്ങനെ വിയർപ്പിൻ്റെ അസുഖവും ബാധിച്ചിങ്ങനെ നാട്ടുകാരുടേത് പിടിച്ചു വച്ച് തിന്നാൻ വേണ്ടി നടപ്പുണ്ട്. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ, വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കണം. പ്രത്യേകിച്ച് വയോധികരും അതുപോലെ തന്നെ കുട്ടികളെയും കൊണ്ടൊക്കെ ബസ്സിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 4:15 ഞങ്ങൾ ചാമക്കാല ബസ്സിൽ കയറി എനിക്ക് ഒരു സീറ്റ് കിട്ടി. ഞാൻ അവിടെ ഇരുന്ന് ഭയങ്കര ആളായിരുന്നു. അങ്ങനെ ഒരു ഒരു പെണ്ണ് വന്ന് എൻ്റെ സൈഡിൽ തോളിലോട്ട് ചരിഞ്ഞിങ്ങനെ കൈയും തോളെ വെച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. തെള്ളുകൊണ്ടാന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ കണ്ണങ്കോട്ട് ഇറങ്ങാൻ ടിക്കറ്റും എടുത്തു. മേരിമാത പള്ളിയുടെ അവിടെ ചെന്നപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു തോണ്ടൊക്കെ. അപ്പോഴ് ഞാൻ വിചാരിച്ചു തെള്ളിൻ്റെ ഇടയിൽ ആരോ കൈ തട്ടിയതാണ്. ഞാൻ തിരിഞ്ഞൊന്ന് ഒന്ന് നോക്കിയിട്ട് ആരെയും കണ്ടിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു തോണ്ടൊക്കെ, അത് ഈ തോളത്ത് ഒരു തോണ്ടൊക്കെ. അപ്പോഴും ഞാൻ വിചാരിച്ച അവിടെ കൈ എൻ്റെ തോളെ ഇരിക്കുമല്ലയോ, അത് തെള്ളുകൊണ്ട് എൻ്റെ തോളിലോട്ട് വന്നതാന്ന് കണ്ട് ഞാൻ വീണ്ടും നോക്കിയിട്ട് അങ്ങനെ ആയിരുന്നു. പിന്നെ ഇടിച്ചിവിടെ താഴെ ഒരു ഇങ്ങനെ ഒന്ന് തൊട്ട്. അപ്പോൾ വിചാരിച്ച് തെള്ളായതുകൊണ്ട് പിന്നെ ഞാൻ നോക്കിയില്ല, അങ്ങനെ അങ്ങിരുന്നു. ആലഞ്ചേരിയിൽ വണ്ടി നിർത്തി കുറച്ച് പേര് ഇറങ്ങി. അന്നേരം ഞാൻ നോക്കിയപ്പോഴൊക്കെ ഈ ചുമന്ന ഷാളിട്ടൊരു മെലിഞ്ഞ പെണ്ണാണ് എൻ്റെ തോളത്തോട്ട് ഇങ്ങനെ ചാരി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ഉദ്ദേശം എനിക്കില്ലാഞ്ഞോണ്ട് ആ ഒരു തോന്നൽ എനിക്ക് വന്നില്ല. തെള്ളായതുകൊണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ കണ്ണങ്കോട്ട് നിന്ന് വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി. വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അടുത്ത മാലയില്ല. അപ്പം ഞാൻ ആലോചിച്ച്, എൻ്റെ മാല അഞ്ചല് വെച്ച് ഉണ്ടായിരുന്ന ബസ്സിൽ കയറിയപ്പോഴ അപ്പോഴാ പെണ്ണുങ്ങളിങ്ങനെ മോഷണം ഉണ്ടെന്ന് ഓരോരുത്തർ പറയുന്നത് കേട്ട് എൻ്റെ മാല അങ്ങനെ പോയതാണല്ലോ. അപ്പോഴാണ് ഞാൻ ആലോചിച്ച് ചിന്തിച്ചപ്പോൾ എവള് തോണ്ടി ഈ 3 പ്രാവശ്യം തോണ്ടിയത് എൻ്റെ മാലയിലായിരുന്നു. അതെടുക്കാനായിരുന്നു. അങ്ങനെ അവള് ഈ ഇങ്ങോട്ട് താത്ത് ഇവിടുന്ന് തോണ്ടി ഇങ്ങോട്ട് ഇട്ടിട്ട് അവള് കട്ട് ചെയ്യാൻ നേരം അപ്പോഴൊക്കെയാ ഈ ചെറുതായിട്ട് ഇവിടെ തോണ്ടി തന്നെ. ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങോട്ട് ഇറക്കി ഇട്ടിട്ട് അവിടെ വെച്ച് മറ്റാരും കാണാതെ ഇവളിങ്ങനെ മേളിൽ കമന്ന് കിടന്നുകൊണ്ട് അത് അവിടെ കട്ട് ചെയ്ത് വലിച്ചെടുത്ത് വേറെ ആരുടെങ്കിലും കൊടുത്തു കാണുമായിരിക്കും.